പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഫകുലു മിമ്മാ റസഖക്കുമുല്ലാഹു ഹലാലൻ തയ്യിബൻ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ഹലാലായതും വിശിഷ്ടമായതും നല്ലതും നിങ്ങൾ ഭക്ഷിക്കുക. വഷ്കുറു നിഅമത്തല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ അതിന് നന്ദി കാണിക്കുക. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ തിന്നുന്നതിനെപ്പറ്റി, അവൻ ഉപയോഗിക്കുന്ന അവൻ്റെ സമ്പാദ്യത്തെ സംബന്ധിച്ച് അവനൊരു വ്യക്തമായ കാഴ്ചപ്പാട്, ഒരു നിലപാട് അവനുണ്ടായിരിക്കേണ്ടതുണ്ട്. ആ നിലപാട് ഹലാലായതും അതുപോലെ ത്വയ്യിബായതും നല്ലതും മാത്രമേ താൻ ഭക്ഷിക്കൂ എന്ന ഒരു നിലപാട് അവനുണ്ടാകണം. ഹലാല് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഹറാമാക്കാത്തത് എന്നാണ്. അള്ളാഹു ഹറാമാക്കിയ ഭക്ഷണം അത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 4 ഭക്ഷണമേ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളൂ പ്രത്യക്ഷത്തിൽ. ഇന്നമ ഹറമ അലൈക്കുമുൽ മൈത്തത്ത, 1 ശവം, വദ്ദമ രക്തം, വലഹമൽ ഖിൻസീർ പന്നിമാംസം, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെട്ടത്. ഈ 4 ഇതാണ്. ഇതല്ലാത്തതൊക്കെ ഹലാൽ എന്ന പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഹലാലായത് മുഴുവൻ എന്നതിന് പുറമെ പിന്നെ ഒരു കണ്ടീഷനും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. ത്വയ്യിബാവുകയും വേണം, അത് നല്ലതാവുകയും വേണം. നല്ലതല്ലെങ്കിൽ അവനത് ഉപേക്ഷിക്കണം. ഈ നല്ലത് എന്നതിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തന്ന ചെറിയ ഒരു വിശദീകരണത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് മാംസബുക്കുകളായ മൃഗങ്ങൾ, അതുപോലെ പക്ഷികൾ, അവയൊക്കെ ഈ ത്വയ്യിബ് എന്ന ഇതിൽ നല്ലതല്ല എന്ന ഇനത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടും അവയും ഈ നിഷിദ്ധമാക്കപ്പെട്ട ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ എണ്ണുന്നതാണ്. കോമ്പലുള്ള മൃഗങ്ങൾ, കൂർത്ത പല്ലുള്ള മൃഗങ്ങൾ, അതുപോലെ കാലുകൊണ്ട് ഇറുക്കി പിടിക്കുന്ന, ഇര തേടുന്ന പക്ഷികൾ, അത് പിന്നെ മദ്യം, ഇതൊക്കെ ത്വയ്യിബല്ലാത്ത ഭക്ഷണ വിഭവങ്ങളിൽ പെട്ടതായി നമുക്ക് പറഞ്ഞതാണ്. അപ്പം ഇത് അല്ലാത്ത ബാക്കി ഹലാലായതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പം ഈ ഹലാലായ ഭക്ഷണമേ നമ്മൾ കഴിക്കാവൂ എന്ന് വളരെ കണിശമായി, പ്രത്യേകിച്ചും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതേ കഴിക്കാവൂ എന്ന് പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ സമ്പാദ്യം അത് ഹലാലായി മാറണം. സമ്പാദ്യത്തിലെ പല സ്ഥലങ്ങളിലും സമ്പാദ്യം ഹലാലായി മാറണം എന്നുള്ളത് പറയാൻ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള പദപ്രയോഗം അതിനെ ഭക്ഷിക്കുക എന്നാണ്. ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സ്വത്ത് അനർഹമായി നിങ്ങൾ ഉപയോഗിക്കരുത്. ഒരാളുടേത് ഹലാലല്ലാത്ത രീതിയിൽ നിങ്ങളത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദം നിങ്ങളുടെ സ്വത്ത് പരസ്പരം നിങ്ങൾ ഹലാലല്ലാത്ത രീതിയിൽ നിങ്ങൾ ഭക്ഷിക്കരുത് എന്നാണ്. അപ്പോൾ ഭക്ഷിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ സമ്പാദിക്കുന്ന അവൻ്റെ സമ്പാദ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അവൻ്റെ ആഹാരത്തിനാണ്. അവൻ്റെയും അവൻ ആർക്കാണോ ഉപജീവനം നൽകാൻ കടപ്പെട്ടിരിക്കുന്നത് അവരുടെയും ആഹാരത്തിന് വേണ്ടിയാണ് ഈ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് സമ്പാദിക്കുന്നത്. അതാണ് അതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. ബാക്കിയുള്ളത് പിന്നെ അതിൻ്റെ പൂരകങ്ങളായിക്കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് ബാക്കി ജീവിതത്തിലെ
അള്ളാഹു അനുവദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഹാരമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതുണ്ട്. അവയൊക്കെ അവനെ ഉപയോഗപ്പെടുത്താം. പക്ഷെ ആഹാരം ഒരാൾ കഴിക്കാതിരുന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനിവിടെ ജീവിക്കാൻ കഴിയില്ല. അവന് ഈ ഭൂമിയിൽ അവൻ്റെ അസ്തിത്വം നിലനിർത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആഹാരമാണ്. ആഹാരമല്ലാത്ത നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യൻ. വസ്ത്രം ഇല്ലെങ്കിലും ഒരാൾ ഇവിടുന്ന് മരിച്ചു പോകുന്നില്ല. അതല്ലെങ്കിൽ അവൻ ബാക്കി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹലാലായ കാര്യങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആഹാരമാണ്. ആഹാരം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന് എത്ര വേണം? വളരെ കുറച്ച് മാത്രമേ ഒരു മനുഷ്യന് ആവശ്യമുള്ളൂ. അവൻ്റെ അരച്ചാൻ വയറിന് ആവശ്യമായ ആഹാരം അവൻ ഉപജീവനത്തിന് നൽകാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് ആവശ്യമായ ആഹാരം. അപ്പോൾ ഈ ആഹാരം അവനവൻ തിന്നുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ നൽകാൻ കടപ്പെട്ടവർക്ക് നൽകുന്നതും അത് കണിശമായും ഹലാല് തന്നെയായിരിക്കണം എന്നത് നമ്മൾ നിർബന്ധമായി നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യമാണ്. അതിനനുസരിച്ച് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഹലാലായത് മാത്രമേ ഞാൻ തിന്നുള്ളൂ, ഹലാലായത് മാത്രമേ എൻ്റെ മക്കൾക്ക് ഞാൻ തിന്നാൻ കൊടുക്കുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കണം. അത് കണിശത പുലർത്തണം. കാരണം മറ്റുള്ള രീതിയിൽ നമ്മൾ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പലതും നമുക്ക് തിരിച്ചു നൽകാൻ പറ്റും. പക്ഷേ നമ്മൾ തിന്നുന്ന ഒരു സാധനം അത് നമുക്ക് തിരിച്ചെടുക്കാൻ പലപ്പോഴും സാധ്യമല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ കാണാൻ കഴിയും, കുല്ലു ജസദിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹി. സുഹത്ത് അഥവാ അന്യായമായ സമ്പാദ്യം കൊണ്ട് പോഷിച്ച് അല്ലെങ്കിൽ വളർന്നു വന്ന ശരീരം അത് നരകത്തിന് ഏറ്റവും അർഹപ്പെട്ടതാണ്. അപ്പോൾ ഭക്ഷണത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കഴിക്കുന്നതോടുകൂടി അത് നമ്മളായി മാറുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ രക്തവും മജ്ജയും മാംസവും ഒക്കെയായി മാറുകയാണ്. അപ്പം അതുകൊണ്ട് അത് എപ്പോഴും വളരെ വിശിഷ്ടമായ അല്ലെങ്കിൽ ഹലാലായതാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നേരെ മറിച്ച് ഞാൻ ഒരാളുടെ ഒരു പണം ഒരൽപ്പം കവർന്ന് ഞാനവിടെ എടുത്ത് വെട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് വേണ്ട, തിരിച്ചു നൽകണം, മോശമായിപ്പോയി, ഞാനത് പശ്ചാത്താപം തോന്നിയാൽ ആ പൈസ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഒരാളുടെ ഭൂമി നമ്മൾ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പശ്ചാത്താപം തോന്നുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അർഹതല്ലാത്ത ഒരാളുടെ വല്ലതും നമ്മൾ ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് നമ്മളായി മാറുകയാണ്, നമ്മുടെ ശരീരമായി മാറുകയാണ്. അപ്പം അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ ഈ തിന്നുക എന്നുള്ള പ്രയോഗം തന്നെ ഈ പറയുന്ന രീതിയിൽ അനർഹമായി ഉപയോഗിക്കുന്നതിനൊക്കെ ഏറ്റവും പ്രധാനത്തോടു കൂടി പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും. അല്ലാഹു അലം. ഏതായാലും ഖുർആൻ പ്രയോഗിച്ചത് അങ്ങനെയാണ്. ലാ തഅ്കുലു, നിങ്ങൾ ഉപയോഗിക്കരുത്, എടുക്കരുത്, മറ്റുള്ളവരത് നിങ്ങൾ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്നതിന് പകരം ലാ തഅ്കുലു, നിങ്ങൾ തിന്നരുത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അത് പല കൈക്കൂലി കൊടുക്കുന്ന സ്ഥലത്തും പറഞ്ഞു നിങ്ങൾ അനർഹമായി നിങ്ങൾ തിന്നരുത്. എന്നിട്ട് മറ്റുള്ളവന് കൈക്കൂലി കൊടുത്ത് നിങ്ങൾ പണം സമ്പാദിക്കരുത്. അപ്പോൾ ഈ സമ്പാദിക്കുന്ന പണമൊക്കെ അത് അവനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിന്നുക എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. നമ്മളെയൊക്കെ വളരെ അധികം നമ്മൾക്ക് സമാധാനം നൽകുന്ന ഒരു കാര്യം റസൂലുള്ള പറഞ്ഞു, ഇന്ന റൂഹൽ ഖുദ്സി നഫസ ഫീ റൗഇ. റൂഹൽ ഖുദ്സ് ജിബ്രീൽ എൻ്റെ മനസ്സിൽ വഹിയായി അറിയിച്ചിരിക്കുന്നു ഒരു കാര്യം, അന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില റിസ്ഖുഹാ. ഒരാത്മാവും അതിന് അല്ലാഹു വിധിച്ച അന്നം റിസ്ക് അത് പൂർത്തിയാകാതെ ഈ ലോകത്ത് നിന്ന് പോവുകയില്ല. ഏതാൾക്കും അല്ലാഹു വിധിച്ച ഭക്ഷണം ആഹാരം അത് അയാൾ പൂർത്തിയാക്കിയിട്ടേ ഈ ലോകത്ത് മരിച്ചു പോവുകയുള്ളൂ. അതുപോലെ തന്നെ അത് അവൻ ഏത് രീതിയിലാണെങ്കിലും ശരി, അള്ളാഹ് തീരുമാനിക്കാത്ത അള്ളാഹു കണക്കാക്കാത്തതൊന്ന് തിന്ന് ഇവിടുന്ന് പോകാൻ ഒരാൾക്ക് സാധ്യമല്ല. അപ്പൊ അത് ഒരു നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. നമുക്ക് എന്തൊക്കെ എപ്പോഴൊക്കെ എത്ര നമ്മൾക്ക് തിന്നാൻ സാധിക്കും അല്ലെങ്കിൽ കിട്ടണം അത് പടച്ചോൻ നിശ്ചയിച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അതിൽ നമ്മളുടെ റോൾ എന്താണ്? ആ നിശ്ചയിച്ച ആഹാരം
അത് രണ്ട് രീതിയിൽ നമുക്കത് സ്വന്തമാക്കാൻ അള്ളാഹു നമുക്ക് അതിനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അവിടെ അള്ളാഹു അതിൽ ഇടപെടൂല. അള്ളാഹു ഒന്നുകിൽ നിങ്ങളത് ഹലാലായ രീതിയിൽ നിങ്ങൾക്കത് സമ്പാദിക്കാം, അതല്ലെങ്കിൽ ഹറാമായ രീതിയിൽ നിങ്ങൾക്ക് സമ്പാദിക്കാം. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഇന്ന സംഗതി ഉണ്ടാകണം എന്നുള്ളത് അത് പടച്ചോൻ തീരുമാനിച്ചിരിക്കണം. അത് സമ്പാദിക്കണ രീതി അത് നിങ്ങൾ തീരുമാനിക്കുക. അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ വിചാരണ നൽകപ്പെടുന്നതും തെറ്റുകാരാകണതും കുറ്റവാളിയാകണതും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു ഫത്തഖുല്ലാഹ ഫിത്തൊലബി, അതുകൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്നതിൽ അള്ളാഹനെ സൂക്ഷിക്കുക. വലാ യഹ്മിലന്നകും ഇസ്തിബ്ദാഉർ റിസ്ഖി അൻ തത്ലുബൂഹു ബിമആസില്ല, നിങ്ങൾക്ക് കുറച്ച് വൈകുന്നു എന്നുള്ളത് അള്ളാഹ് നിശ്ചയിച്ചിരിക്കുന്നത് എന്താന്നുള്ളത് എല്ലാവർക്കും അള്ളാഹ് നിശ്ചയിച്ചത് കിട്ടൂ. അത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും, നിങ്ങൾക്ക് അല്പം സമയം വൈകുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളത് നിഷിദ്ധ മാർഗത്തിലൂടെ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിഷിദ്ധ മാർഗത്തിലൂടെ നിങ്ങൾ എടുക്കാൻ അത് നിങ്ങൾ ഒരിക്കലും ശരിക്കും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക് എന്നാൽ അള്ളാഹു നിങ്ങൾക്കത് നൽകും. അപ്പോൾ നമ്മൾക്ക് ഇന്നത് കിട്ടണം. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ രീതി ഉണ്ടല്ലോ. ഇപ്പോൾ ഓരോ ചില ആളുകൾ കട്ടെടുത്തുകൊണ്ട് തിന്നുന്ന സംഗതിയാണെങ്കിലും അത് അവനത് പടച്ചോൻ വിധിച്ചതാണ്. അതോൻ കട്ടെടുത്തുകൊണ്ട് തിന്നണമെന്ന് ഓൻ തീരുമാനിച്ചതാണ്. ഓൻ കട്ടെടുക്കുന്നില്ല എന്ന് അവൻ തീരുമാനിച്ചതെന്നുണ്ടെങ്കിലോ അത് കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും അത് അവന് കിട്ടും. അത് കിട്ടാതിരിക്കൂല. അത് കിട്ടിയിട്ടേ അവൻ്റെ റൂഹ് ഇവിടുന്ന് അള്ളാഹു ഈ ഭൂമിയിൽ നിന്ന് അവൻ്റെ റൂഹ് അവസാനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്നു കൊള്ളുക. ക്ഷമിച്ചുകൊണ്ടാണെങ്കിലും നിങ്ങൾ ഹലാല് മാത്രം ഭക്ഷിക്കുക എന്ന ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ്. കാരണം ഫൈന്നഹു ലാ യുദ്രികു മാ ഇൻദഹു ഇല്ലാ ബിതഅതി, അള്ളാൻ്റെ അടുക്കലുള്ള നിങ്ങൾക്ക് വല്ലതും കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അള്ളാഹിനനുസരിച്ചുകൊണ്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലാത്തൽക്ക് ഹറാമിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും അത് കിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹലാലായ മാർഗത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. നമ്മളൊക്കെ സമ്പാദിക്കുന്ന സമ്പാദ്യം, മക്കൾക്ക് ഭക്ഷണം നൽകുന്നത്, ഇതൊക്കെ ഹലാല് തന്നെ ആകേണ്ടതല്ലേ എന്ന് ആലോചിക്കുകയും അതിന് നമ്മൾ കൂടുതൽ ശ്രമം നടത്തുകയും ചെയ്യേണ്ടത്. ഹറാമായത് വേണ്ടാന്ന് അത് തീരുമാനിക്കണം. ഹറാമായത് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ആ രീതിയിൽ അത് ഉപയോഗപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അധ്വാനിക്കുക എന്ന്. അധ്വാനിക്കുക എന്നുള്ളതാണ്. പടച്ചോൻ മനുഷ്യന് അവൻ്റെ റിസ്ക് ലഭിക്കുന്നതിന്, അവന് ആവശ്യമായ ഭക്ഷണം നേടുന്നതിന് പടച്ചോൻ നിശ്ചയിച്ച രീതിയാണ് അധ്വാനിക്കുക എന്നുള്ളത്. അതാണ് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ പറയുകയുണ്ടായി, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് പടച്ചോൻ എനിക്ക് ഹലാൽ എന്നെ ഭക്ഷിക്കാനുള്ള അവസരം നൽകും എന്ന് നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നിങ്ങൾ അത് തന്നെ നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചോളൂ. പടച്ചോൻ നിങ്ങൾക്ക് റിസ്ക് നൽകും. ഏതുപോലെ കമാ യർസുഖു ത്വയ്റ, പക്ഷികൾക്ക് നൽകുന്നത് പോലെ, തഗ്ദു ഖുമാസൻ വതറൂഹു ബിതാനൻ, അത് രാവിലെ വയറൊട്ടിക്കൊണ്ട് പറന്നു പോകുന്നു, വൈകുന്നേരം മടങ്ങി വരുമ്പോൾ അതിൻ്റെ വയറ് നിറഞ്ഞ് മടങ്ങി വരുന്നു. അപ്പം അത് അധ്വാനിക്കാതിരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെ പക്ഷി അങ്ങനെ കൂട്ടിലങ്ങനെ ഇരുന്നു. എന്നാൽ അള്ളാഹു അവന് ആ പക്ഷിക്ക് ആ കൂട്ടിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കുമെന്ന് പറയണില്ല. അള്ളാഹു ഇവിടെ പറയണത് അത് പറന്നു പോകുന്നു, ഭക്ഷണം തേടിപ്പോകുന്നു. എന്നിട്ട് തേടിപ്പോയാൽ അതിന് കിട്ടാതിരിക്കണ പ്രശ്നമല്ല, വൈകുന്നേരം ആകുമ്പോൾ വയറ് നിറഞ്ഞത് മടങ്ങി വരുന്നു. അതുപോലെ നിങ്ങൾക്കുള്ള റിസ്ക്കും അള്ളാഹു നൽകുന്നു. അപ്പം നമ്മൾ അധ്വാനിക്കണം. അധ്വാനിച്ചെങ്കിലേ കിട്ടുള്ളൂ. അധ്വാനിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ എന്തും നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാം അധ്വാനത്തിനെ, ജോലിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞല്ലോ, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ, ഭൂമിയെ നിങ്ങൾക്ക് പാകമാക്കി തന്നിരിക്കുന്നു അവൻ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ, അതുകൊണ്ട് ഭൂമിയുടെ പിരടിയിലൂടെ നിങ്ങൾ നടന്നോളൂ, അഥവാ ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. വകുലൂ മിൻ റിസ്ഖിഹി, എന്നിട്ട് അതിലൊരുപാട് അന്നമുണ്ട്, നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള പലതും ഭൂമിയിലുണ്ട്, അത് നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കാനുള്ളത് നിങ്ങൾ സമ്പാദിച്ചെടുത്തോളൂ. അധ്വാനിച്ച് നിങ്ങൾ സമ്പാദിക്കൂ.
വൈലൈഹിൻ നുഷൂർ. പക്ഷേ അപ്പോൾ ഓർക്കേണ്ട ഒരു വിഷയം ഇതേ ഉള്ളൂ, വൈലൈഹിൻ നുഷൂർ, മടങ്ങിപ്പോകേണ്ടത് അള്ളാഹിൻ്റെ അടുക്കലേക്കാണ്. അപ്പോൾ പടച്ചോൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകണം എന്ന ബോധത്തോടു കൂടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ അധ്വാനിച്ചോളൂ. അധ്വാനിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ വക നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ഒരു മനുഷ്യൻ അവനവൻ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല സമ്പാദ്യം എന്ന് പറഞ്ഞാൽ സ്വന്തം അധ്വാനിച്ച് ഉണ്ടാക്കി അങ്ങനെ അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സമ്പാദ്യം. അതാണ് അത്യബുൽ കസ്ബി അമലുർ റജുലി ബിയദിഹി. ഏറ്റവും നല്ല മനുഷ്യന്റെ സമ്പാദ്യങ്ങളിൽ പെട്ടതാണ് അവൻ തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് അവൻ സമ്പാദിക്കുക എന്നത്. വകുല്ലു ബൈഇൻ മബ്റൂർ. അതുപോലെ പിന്നെ റസൂലുള്ളാഹിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് വളരെ പുണ്യപ്പെട്ട കച്ചവടവും. കച്ചവടത്തെ ഒരുപാട് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. കച്ചവടക്കാരാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസ് നടത്തുന്ന ആളുകൾ എന്നത് എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ നെടുന്തൂണുകളാണ് ബിസിനസ് നടത്തുന്ന ആളുകൾ. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംരംഭങ്ങളും എന്തെല്ലാം സ്ഥാപനങ്ങളും മറ്റു പലതും നമ്മുടെ നാട്ടിൽ ഏത് മതവിഭാഗത്തിൻ്റെതായാലും ഉയർന്നു വരുന്നതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ പങ്ക് വഹിക്കുന്നവർ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരാണ്. വലിയ വലിയ ബിസിനസ്സുകാരുടെ പങ്കാണ് യഥാർത്ഥത്തിൽ പല പ്രവർത്തനങ്ങൾക്കും നാട്ടിലെ പുരോഗതിക്കും മറ്റു പലതിനും അതിനൊക്കെ നിദാനമായി നിൽക്കുന്നത് ആ ബിസിനസ്സാണ്. അപ്പം ബിസിനസ് എന്ന് പറയുന്നത്, കച്ചവടം എന്ന് പറയുന്നത്, അത് ഒരു ഇസ്ലാം തന്നെ അതിനൊരു നല്ല തൊഴിലായിക്കൊണ്ടാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നല്ലൊരു ധനസമ്പാദനത്തിൻ്റെ മാർഗമാണ് യഥാർത്ഥത്തിൽ കച്ചവടം എന്ന് പറഞ്ഞ കാര്യം. പക്ഷെ ആ കച്ചവടത്തിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട്, അവിടെ സൂക്ഷിക്കേണ്ട സൂക്ഷ്മതകളുണ്ട് എന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കച്ചവടം എന്ന് പറയുന്നത് ഒരു നല്ല വിലപ്പെട്ട ഒരു ജോലിയായിക്കൊണ്ട് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും, ഈ കച്ചവടക്കാർ, നല്ല വിശ്വസ്തനായ കച്ചവടക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അവൻ്റെ സ്ഥാനത്തെ പറ്റിയൊക്കെ പ്രത്യേകമായി റസൂലുള്ള നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞത് അതൊരു നല്ല മാർഗമാണ്. അതിനുള്ള വഴി, അതിന് സാധിക്കുന്ന ആളുകൾ ആ മാർഗം സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ ജോലി എന്നുള്ളതിനെ പറ്റിയുള്ള കൺസെപ്റ്റ് വളരെയധികം നമ്മൾ മാറ്റി എടുക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ ജോലി ഇല്ലാതെ നടക്കുന്ന എത്ര ആളുകളുണ്ട്. ജോലി എന്നുള്ളതിന് കാരണം അവർ ജോലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ ജോലി എന്നുള്ളതാണ്. സർക്കാർ ജോലി അല്ലാത്തതൊന്നും ജോലിയായി കണക്കാക്കാത്തത് പോലെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ മലയാളികളായ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും അന്യനാടുകളിൽ ചെന്ന് കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഗൾഫ് നാടുകളിലെ അവിടുത്തെ സ്പോൺസർമാർക്ക്, അറബികൾക്ക്, അവിടുത്തെ കച്ചവടക്കാർക്കും സ്ഥാപനങ്ങളിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് മലയാളികൾ. കാരണം അവർ കഠിനാധ്വാനം ചെയ്യും, വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കുന്നവരാണ് അവർ. പക്ഷെ അതേ മലയാളി സ്വന്തം നാട്ടിൽ വന്നാൽ നാട്ടിൽ ജോലി ചെയ്യാൻ പൊതുവിൽ അവന് താല്പര്യമല്ല, ജോലി ചെയ്യാത്തവരാണ്. ജോലി ഇല്ലാതെ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ അതിലൊരു മാനക്കേട് നമ്മളെ ചെറുപ്പക്കാരായ ആളുകൾക്ക് പോലും തോന്നാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വലിയ പുരോഗതി പ്രാപിച്ച നാടുകളിലൊക്കെ പഠിക്കുന്നതിനോട് കൂടി തന്നെ ജോലി എടുത്തുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ യൂറോപ്യൻ നാടുകളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവരെ രക്ഷിതാക്കളോട് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികളെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അവരൊക്കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ ഓരോ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ. എന്താ ജോലി? അവരുടെ ജോലി നമ്മൾ പലപ്പോഴും അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ നല്ല ജോലി എന്നൊന്നും പറയാത്ത ജോലികളാണ് പല ആളുകളും ചെയ്യുന്നത്. അവരാണ് വിദേശത്ത് വലിയ ഡിഗ്രിയും വലിയ ഉന്നത വിദ്യാഭ്യാസം നേടി നമുക്ക് മടങ്ങി വരുന്ന ആളുകൾ. അവരിൽ പല ആളുകളും അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന, അമേരിക്കയിലും ലണ്ടനിലും ജർമ്മനിയിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ അവരവിടുത്തെ
ഹോട്ടലുകളിൽ പോയി അവിടുത്തെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന ജോലി അവർ ചെയ്യുന്നതാണ്. അവിടുത്തെ എന്താണ് മീൻ വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങൾ മീൻ വിൽക്കുന്ന ആളുകൾ അവരാണ്, അല്ലെങ്കിൽ മാംസ കച്ചവടക്കാരവരാണ്. അതുപോലെ അടിച്ചു കയറുന്നവരും വൃത്തിയാക്കുക ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ പോയി ഉയർന്ന വിദ്യാഭ്യാസം നേടി വലിയ ഉയർന്ന തലങ്ങളിലെത്തിയ ആളുകളൊക്കെ ആ ജോലി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ജോലികളും ചെയ്യും. അത് അവിടുത്തെ ഒരു കൾച്ചറാണ്. ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ച്, അങ്ങനെ ആണ് പ്രായപൂർത്തിയായ ഏതൊരാളും എന്തെങ്കിലും ജോലി ചെയ്ത് സമ്പാദിക്കുന്നവരായി മാറും. നമ്മളെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമല്ല. അധികം ആളുകളും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പോലും അവർ ജോലി ചെയ്ത് എന്തെങ്കിലും സമ്പാദിക്കുക എന്നുള്ള നിലയിലില്ല. നമ്മൾ പ്രധാനപ്പെട്ട പരിപാടികൾ സമയം അനാവശ്യമായി കൊല്ലുന്ന രീതിയാണ്. മൊബൈലിൽ കളിച്ചുകൊണ്ടും അതുപോലെ തന്നെ അങ്ങാടിയിൽ വെറുതെ സൊറച്ചിരുന്നു കൊണ്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടൂറ് പോയിക്കൊണ്ടും. ടൂറാണ് നമ്മളെ പല ചെറുപ്പക്കാരുടെയും ഒരു പ്രധാനപ്പെട്ട ജോലി. ജോലി എന്താന്ന് വെച്ചാൽ ടൂർ ഇങ്ങനെ പോവുക. അതല്ലാതെ വേറെ ഒരു ക്രിയേറ്റീവായിട്ട് ഒരു കുടുംബത്തിന് സഹായകമാകുന്ന രീതിയിൽ അവനവൻ്റെ തന്നെ ഭാവിക്ക് ആവശ്യമായ രീതിയിൽ അവനവൻ തന്നെ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കുടുംബമാകണം, ഒരു മക്കള് അവരെ ഒരു നല്ലൊരു രീതിയിലേക്ക് എത്തണം, അതിന് ഞാൻ സമ്പാദിക്കണം, എനിക്ക് ആ രീതിയിലൊരു രീതി പോകണം എന്നുള്ളത് പല നമ്മളുടെ ചെറുപ്പക്കാരായ കുട്ടികൾക്കും അങ്ങനത്തെ ഒരു ബോധമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാവിയിൽ വളരെ പ്രയാസപ്പെടും. നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ തന്നെ പോക്ക് നമുക്കറിയാം. സാമ്പത്തികമായി വലിയ പ്രയാസങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല സ്ഥലങ്ങളിലും ജോലി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ സാധ്യതകളും മറ്റു പലതും മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ കുട്ടികളിൽ നമ്മൾ എപ്പോഴും വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അവർ പഠിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും പ്രായപൂർത്തിയാകുന്നതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഹലാലായി സമ്പാദിക്കാൻ അവരെ പഠിപ്പിക്കുക, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിനവരെ പ്രോത്സാഹിപ്പിക്കുക, അത്തരം പഠനത്തിലേക്ക് അവരെ കൊണ്ടുപോവുക. അങ്ങനെ അവരൊരു വിവാഹപ്രായവും മറ്റുമൊക്കെ എത്തുമ്പോഴേക്ക് അവർക്കൊക്കെ ഒരു ജോലിയും കാര്യമായിട്ട് അവർക്ക് തന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥ അവർക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനും മറ്റൊക്കെ വായിച്ചു നോക്കിയാൽ, ഹദീസൊക്കെ വായിച്ചു നോക്കിയാൽ ആ ഒരു കൾച്ചറാണ് നമ്മെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. പല ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത്. ഇപ്പോൾ ആരാധനയിൽ മുഴുകി ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ പലപ്പോഴും ആരാധന കൃത്യമായി നിർവഹിക്കുകയും തൻ്റെ ജോലി നിർവഹിക്കുകയും ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചെയ്യുന്ന ജോലികളെ സംബന്ധിച്ചും റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹി യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു. നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. ഇദാ അമില അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ, അമലൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അൻ യുത്ഖിനഹു, അത് വളരെ ഭംഗിയായി ചെയ്യുക, അതിൽ വളരെ നിപുണമായിക്കൊണ്ട് എങ്ങനെങ്കിലും ചെയ്തു തീർക്കല്ല. ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ടായി മാറാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഒരു അടുക്കള ജോലിയാണെങ്കിൽ അങ്ങനെ, ഒരു കുക്കിംഗ് ആണെങ്കിൽ, അതല്ലെങ്കിൽ അധ്യാപനമാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റെന്ത് തൊഴിലെടുക്കുകയാണെങ്കിലും ആ തൊഴിലിൽ അയാൾ അതിലേറ്റവും നിപുണനായി മാറുക എന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു പണിയാണ് ഒപ്പിക്കുക, ആ പരിപാടി അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത സംഗതിയാണ്. അപ്പം എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അത് വളരെ പ്രോംപ്റ്റായി ഭംഗിയായി നല്ല രീതിയിൽ അത് നിർവഹിക്കുക എന്ന് പറഞ്ഞത് അതൊരു പുണ്യപ്രവർത്തനമാണ്. അത് പടച്ചവൻ നമ്മളോട് നിർദ്ദേശിക്കുന്ന, റസൂലുള്ള നമ്മളെ പഠിപ്പിച്ച, നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മളെ ഉണർത്തുന്ന കാര്യമാണ്. അപ്പം ആ രീതിയിൽ കാര്യം ജോലി ചെയ്ത് അധ്വാനിക്കാൻ നമ്മളുടെ മക്കളെ, കുട്ടികളെ, ചെറുപ്പക്കാരെ, നമ്മളെ സ്കൂളുകളിലും മറ്റൊക്കെ പഠിക്കുന്ന ആളുകളെയൊക്കെ ആ രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ് പൊതുവിൽ. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും അങ്ങനെ തന്നെയാണ്. ഒരു ഡോക്ടറേറ്റ് എടുക്കുന്നതിനെ പറ്റി, എന്തെങ്കിലും ഒരു സംഗതിക്ക് ഡോക്ടറേറ്റ് വേണമെന്ന് വെച്ചാൽ ഡോക്ടറേറ്റ് തിസീസുകളെ പറ്റിയുള്ള വലിയ പഠനങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. ഒക്കെ ഡോക്ടറേറ്റ് ആയിരിക്കും, എല്ലാവർക്കും ഡോക്ടറേറ്റ് ഉണ്ടാവും. പക്ഷേ അതിന് യാതൊരു മൂല്യമില്ലാത്തതാണ് അതിൽ ബഹുഭൂരിപക്ഷവും. എല്ലാം അങ്ങനെയല്ല.
പക്ഷെ ബഹുഭൂരിപക്ഷവും അതൊക്കെ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ തട്ടിക്കൂട്ടി ഉണ്ടാക്കൽ, ഒരാളൊരു ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി പഠിക്കുകയാണെങ്കിൽ അതിലയാൾ മുത്തഖീനായി മാറണം, അതിലയാൾ അതിൻ്റെ എക്സ്പേർട്ടായി അതിൽ ഏറ്റവും കഠിനം അധ്വാനം ചെയ്ത് ഏറ്റവും നന്നായി ആ കാര്യം ചെയ്തിട്ട് അതാണ് നേടിയെടുക്കുക. അതാണ് ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്തഖിനഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യം അതാണ്. അപ്പൊ ആ രീതിയാണ് നമ്മൾക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത്തരം സംഗതികളെ പറ്റി ധാരാളം നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. അപ്പോ ഈ പിന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവനവൻ സ്വയം തന്നെ ഉള്ളത് ഭംഗിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു ഗുണമായിക്കൊണ്ട് റസൂലുള്ള പഠിപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾ ഒരാൾക്ക് ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ വേറൊന്നും ഓൻ ഉണ്ടാകണം എന്നില്ല. ഒരു ഭൗതികമായ രീതിയിൽ റസൂലുള്ള ഒന്ന് ഹിഫ്ലു അമാന, ഒരാളിൽ ഉണ്ടാകേണ്ട വളർത്തിക്കൊണ്ടുവരേണ്ട സ്വഭാവത്തെ പറ്റി റസൂലുള്ള പറഞ്ഞാണ് ഹിഫ്ലു അമാനത്ത്. വിശ്വസിച്ചേൽപ്പിച്ച ഒരു കാര്യം അത് ശരിക്കത് പൂർത്തീകരിക്കുക. സിദ്ഖു ഹദീസ്, സത്യം പറയാം, സംസാരം വളരെ സത്യസന്ധമായി പറയാം. ഹുസ്നു ഖുൽഖ്, നല്ല സ്വഭാവം. അപ്പൊ നല്ല സ്വഭാവവും സത്യം മാത്രം പറയുകയും ചെയ്യുക, വിശ്വസിച്ചാൽ അത് അയാൾ പാലിക്കും എന്നുള്ള ഒരു അവസ്ഥയും. വഇഫത്തുൻ ഫീ തഅമിഹി, തൻ്റെ ആഹാരം അത് ഉള്ളത് കൊണ്ട് അവൻ സംതൃപ്തിയോടെ അത് ഉൾക്കൊള്ളുക. ഇഫത്തുൻ ഫീ തആമിഹി, അപ്പൊ ആഹാരത്തിന് നമ്മൾ നമുക്ക് ഏത് രീതിയിലും നമ്മൾക്ക് ആഹാരം തേടാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച രീതിയിലൊക്കെ നമ്മൾക്ക് അത് തേടാം, അതിനുവേണ്ടി അധ്വാനിക്കാം. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അനുവദിച്ച ഈ സീനത്തുൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ ഈ വളരെ സന്തോഷകരമായ ഈ കാര്യങ്ങൾ ഇത് വേറൊരാളെ ഹറാമാക്കേണ്ടതില്ല. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല സുഖസൗകര്യമത്തോടുകൂടി ജീവിക്കുക, ഇതിനെയൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ ഹലാലായ വഴിയിലൂടെ ആകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് റസൂലുള്ള പറഞ്ഞു, മൻ അസ്ബഹ ആമിനൻ ഫീ സർബിഹി, ഒരു മനുഷ്യൻ തൻ്റെ ചുറ്റുപാട് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നിർഭയമായി ജീവിക്കാൻ സാധിക്കുക. സെർബ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കൂട്ടത്തിനാ പറയാം, വലിയൊരു കൂട്ടമായി ജീവിക്കുന്നൊരു പിന്നെ പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ കൂട്ടമായി ജീവിക്കുകയാണെങ്കിൽ അതിനാണ് സെർബ് എന്ന് പറയാം. അപ്പൊ അതുപോലെ ഒരു നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ, ആ നാട്ടിൽ അയാൾ വളരെ നിർഭയത്വത്തോടു കൂടി അയാൾക്ക് ജീവിക്കാൻ സാധിക്കുക. മുആഫാ ഫീ ബദനി ജസദിഹി, ആരോഗ്യം ഉണ്ടാകുക, ശരീരത്തിന് രോഗമൊന്നുമില്ല, നാട്ടിൽ വളരെ നിർഭയത്വം, പേടിക്കേണ്ട ഒരവസ്ഥയൊന്നുമില്ല, വളരെ നിർഭയമായി ജീവിക്കാൻ സാധിക്കുക. പിന്നെ റസൂലുള്ള പറഞ്ഞു, ഇൻദഹു ഖൂതു യൗമിഹി, അവന് നിത്യവൃത്തിക്ക് വകയുണ്ടാകുക, നിത്യവൃത്തിക്ക് വക ഉണ്ടാകുക, ആരോഗ്യം ഉണ്ടാകുക, സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക. ഇങ്ങനെ ഒരവസ്ഥ ഒരാൾക്ക് ഉണ്ടായാൽ ഫകഅന്നമാ ഹീസത്ത് ലഹു ദുനിയ ബിഹദാഫീരിഹ, ദുനിയാവ് അതിന്റെ 4 ഭാഗത്തു കൂടിയും അവൻ വാരിക്കൂട്ടിയതുപോലെയാണ് അവൻ ഉണ്ടാകുന്ന അനുഭവം. അങ്ങനെയായിരിക്കും അവന്റെ അനുഭവം. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അധികം സൗഭാഗ്യം എന്ന് പറയുന്നതിനെ പറ്റി അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഹലാലായ രീതിയിൽ സമ്പാദിച്ച് അധ്വാനിച്ച് അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തി ആ രീതിയിൽ ഉള്ളൊരു സംസ്കാരം നമ്മളുടെ കുട്ടികൾ മുതൽ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിന് രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ അതിന് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നമസ്കാരം അതുപോലെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അധ്വാനിക്കുകയും ആ അധ്വാനിച്ച് എന്തെങ്കിലും നല്ലത് സമ്പാദിക്കുകയും ചെയ്യാം. അധ്വാനിച്ച് ഉള്ള സമ്പാദ്യം അത് നഷ്ടപ്പെടുത്തല്ല. കാരണം ഇസ്ലാം പറയുന്നത് പണം എന്നത് അത് വളരെ മനുഷ്യന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലാ തൂത്തു സുഫഹ അംവാലക്കും ഉല്ലത്തി ജഅലല്ലാഹു ബൈനക്കും ഖിയാമൻ, നിങ്ങൾക്ക് നിലനിൽക്കണോ എങ്കിൽ പണം വേണം. അത് ഇസ്ലാം പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ബേസായ അടിത്തറയായ പണം
അത് നിങ്ങൾ വിവേകമില്ലാത്ത കുട്ടികളുടെ കൈകളിൽ നിങ്ങൾ നൽകരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പണമുണ്ടാകുക എന്ന് പറഞ്ഞത് ഇവിടെ ഏറ്റവും മാന്യമായി ജീവിക്കുന്നതിന് അത്യാവശ്യമായ ഒരു കാര്യമാണ്. പക്ഷെ ആ പണം ഉണ്ടാകുന്നത് ഹലാലായ അധ്വാനത്തിലൂടെയായി മാറണം എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അധ്വാനിച്ച് മടിയില്ലാത്ത ഒരു രീതിയും സ്വഭാവവും നമ്മൾ നേടിയെടുക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക, ബാധ്യതകൾ നിർവഹിക്കുക. അങ്ങനെ ഒരു വലിയ സമൂഹമായി വരുമ്പോഴേ നമുക്ക് നമ്മുടെ അടുത്ത തലമുറക്ക് ആ രീതിയിലൊരു ഭാവി നമ്മൾക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മളെ ഈ സന്ദർഭങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഹദീസ് റസൂലുള്ള നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ എപ്പോഴും നിങ്ങളെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം. ഈ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞത് അതിന് ഒരു തലമുണ്ട്. ഏത് കാര്യത്തിലും താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ എപ്പോഴും ഒരു ഉയർച്ചയും അതുപോലെ തന്നെ ഉന്നതിയും ആഗ്രഹിച്ച് അത് എത്തിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പക്ഷെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കാൻ നമ്മളോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഫദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം നിങ്ങൾക്ക് അതിനെ നിസ്സാരമായി നിങ്ങൾക്ക് കാണാതിരിക്കണമെങ്കിലും, നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടണമെങ്കിലും അതിന് നിങ്ങൾ ഈ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഇപ്പൊ ചില ആളുകൾ എന്തെങ്കിലും അധ്വാനിക്കുന്നതിനെ പറ്റിയോ വല്ല രീതിയിൽ ഉയർന്ന രീതിയിൽ പഠിച്ച് മുന്നേറി നല്ല രീതിയിൽ മുന്നോട്ട് പോയി നോക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ റസൂലുള്ള പറഞ്ഞത് താഴെയുള്ളവരിലേക്ക് നോക്കാനല്ലേ. എത്ര ആളുകളുണ്ട് അവരൊന്നും പഠിക്കാതെ വിഷമിച്ച് ഇങ്ങനെ കഴിയുന്ന എത്ര ആളുകളുണ്ട്, അത് നോക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആശയം മനസ്സിലാക്കുന്നിടത്തുള്ള തകരാറാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്ലാമൊക്കെ നമ്മളെ ഉയർച്ച സ്വപ്നം കാണുന്ന രീതി തന്നെയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അത് മനസ്സമാധാനമില്ലാത്തൊരു സംഗതിയാവാൻ പാടില്ല. നമ്മളെപ്പോഴും ഉയർന്നതിനെ എത്തിപ്പിടിക്കാനും ഉയരങ്ങളിലേക്ക് എത്താനും തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ സമാധാനം നഷ്ടപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്ക് സമാധാനവും നിങ്ങൾക്ക് പടച്ചോൻ നൽകിയ അനുഗ്രഹവും നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിന് നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. അപ്പം താഴെയുള്ളവരിലേക്ക് നോക്കി സമാധാനത്തോടു കൂടി ഉയരങ്ങളിൽ എത്തിയ ആളുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവരെങ്ങനെ ഉയരങ്ങളിൽ എത്തി എന്ന് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ഉയരങ്ങളിലേക്ക് എത്താൻ അതൊരു തടസ്സമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ വചനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പരലോകത്തിന്റെ വിഷയത്തിൽ എപ്പോഴും നോക്കേണ്ടതും ഉയരങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഫിർദൗസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. അപ്പൊ ഏത് പാപ്പിയായ മനുഷ്യനും പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ഉയർന്നത് കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്. പരലോകത്തിന്റെ വിഷയത്തിൽ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും നമ്മളെ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, അവിടെയാണ് ഉയരങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ സമാധാനവും നന്ദിയും കാണിക്കുന്നതിന് നമ്മൾ ഈ പറഞ്ഞ രീതിയും സ്വീകരിക്കേണ്ടതുണ്ട്. പണിയൊന്നും എടുക്കാതെ ജീവിക്കാനുള്ള ഒരു ഹദീസ് അല്ല ഇത് എന്ന് നമ്മൾ ആ കൂട്ടത്തിൽ അതിനെപ്പറ്റി മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.